ഹായ് കൂട്ടുകാരെ, ക്യൂബൻ വെക്കേഷൻ്റെ പാർട്ട് 2മായി ഞാൻ വന്നു. ഞങ്ങൾ അങ്ങനെ സൺവിങ്ങിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ബുക്ക് ചെയ്തു. ഞങ്ങൾ ക്യൂബയിലെ വാറഡീഡോ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട് ഇതിനു മുമ്പേ അവിടെ പോയിരുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് ചെറിയ അറിവുണ്ടായിരുന്നു. അവൾ സജസ്റ്റ് ചെയ്ത ഒരു റിസോർട്ടും ബുക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസുകൾ അടങ്ങിയ ഇമെയിലുകൾ സൺവിങ് നമുക്ക് അയച്ചു തരും. നമുക്ക് ഒരു എൻട്രി വിസയും ആവശ്യമുണ്ട്. അതിൻ്റെ ലിങ്കും ഇമെയിലായി അവർ അയച്ചു തരും. ഞങ്ങൾ അങ്ങനെ വാറഡീഡോ എയർപോർട്ടിലെത്തി. അത് ഒരു ചെറിയ എയർപോർട്ടാണ്. അവിടെ ഇമിഗ്രേഷൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ സൺവിങ്ങിൻ്റെ ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റും ഉണ്ടാവും. നമ്മൾ അടുത്ത് ചെന്ന് നമ്മുടെ പേര് പറയുമ്പോൾ നമ്മൾ ഏത് ടൂറിസ്റ്റ് ബസ്സിലാണ് കയറേണ്ടത് എന്ന് പറഞ്ഞു തരും. അങ്ങനെ നമ്മളെ ആ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ട് അനുസരിച്ചാണ് അവർ എയർപോർട്ടിൽ നിന്നും നമ്മളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറി. ബസ്സിൽ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ഗൈഡ് ക്യൂബയെക്കുറിച്ചും കറൻസിയെക്കുറിച്ചും എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ക്യൂബ അത്ര ഡെവലപ്ഡ് കൺട്രി അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെല്ലുന്ന ടൂറിസ്റ്റുകളിൽ അവർ ഒത്തിരി ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ടിപ്പുകൾ കൊടുക്കണം. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കനേഡിയൻ ഡോളറുകളായോ US ഡോളറുകളായോ ചെറിയ ചെറിയ കറൻസികൾ കരുതാൻ ശ്രമിക്കണം. അവർക്ക് അവരുടെ കറൻസികൾ ടിപ്പുകൾ കിട്ടുന്നതിനേക്കാളും ഇഷ്ടം ഫോറിൻ കറൻസികൾ, അതായത് കനേഡിയൻ ഡോളർ ആയാലും കുഴപ്പമില്ല, US ഡോളർ ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ടിപ്പുകൾ കിട്ടുന്നതായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ റിസോർട്ടിൽ ചെന്നു. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.